എൻ ആത്മാവിൽ നീ എന്നെ തേടുകയല്ലേ. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. ഓ ഗോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധന മന്ത്രം പോലെ. പണിയെടുത്ത മനുഷ്യന്റെ നടു ഒടിഞ്ഞു. അതെങ്ങനാന്ന് പറ. ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ, ഒരുങ്ങിക്കെട്ടി ഇരിക്കാനല്ലാതെ അവളെയും കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കാൻ എത്ര നേരം വേണമെങ്കിലും സമയമുണ്ട്. ഞാനൊരുത്തി അടുക്കളയിലെ പുകയത്ത് കിടന്ന് വേവുന്നത് കണ്ട ഒരനക്കവും ഇല്ല. നീ എന്താല്ലേ ഈ പറയുന്നത്? നിന്റെ പറച്ചില് കേട്ടാൽ ഓർക്കും അവൾ ഇവിടെ ഒരു പണിയും ചെയ്യില്ലാന്ന്. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അതിവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. നിനക്കെന്നും അതിനെ കുറ്റപ്പെടുത്താനല്ലേ അറിയൂ. ഓ വന്നല്ലോ അവക്ക് വക്കാലത്തും പറഞ്ഞോണ്ട്. ഇവിടെ ആർക്കും അവളെ പറയുന്നത് പിടിക്കില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അപ്പോഴേക്കും വന്നോളൂ. പിന്നല്ലാതെ രാവിലെ മുതൽ അന്തിയാവുന്ന വരെ എന്റെ മോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നതാ. ഓ പിന്നെ അവളൊരു ശീലാവതി. ചോര നീരാക്കി ഞാൻ ഇവിടെ കിടന്ന് പണിയെടുത്ത് നടുപൊടിയുമ്പോ ആ രാജകുമാരിക്ക് അവിടെ വെറുതെ ഇരുന്നാ മതിയല്ലോ. എന്റെ വയറ്റിൽ പറഞ്ഞതാണെങ്കി അടിച്ച് ഞാൻ നടുപൊടിച്ചേനെ. ഛേ നിർത്തടി. ഇത്രയും കാലമായിട്ട് നിന്റെ മനസ്സിൽ ഈ വിഷം മാറിയിട്ടില്ലേ? ആ കുട്ടി നിന്നോട് ഒരു വാക്ക് എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? ഉള്ളി മുഴുവൻ കള്ളത്തരവാ. അച്ഛന്റെ മുമ്പിൽ പാവം ചമഞ്ഞ് നടക്കും. എന്റെ മുന്നിൽ വരുമ്പോ അഹങ്കാരവും. നിങ്ങൾ ഇനി എത്ര വക്കാലത്ത് പറഞ്ഞാലും ശരി, ഈ വീട്ടില് ഞാനും കിടന്ന് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ തമ്പുരാട്ടിക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാം. ആ കൊള്ളാം. അച്ഛന്റെ വക്കാലത്ത് പോരഞ്ഞിട്ട് ദാ ഇപ്പൊ മകനും ഇറങ്ങിയിട്ടുണ്ട് അവളെ താങ്ങി പറയാൻ. ഞാൻ വയറ്റി ചുമന്ന് പെറ്റത് നിന്നെയാടാ, അല്ലാതെ ആ മേലെ കിടക്കുന്നവളെയല്ല. അമ്മയുടെ വയറ്റിൽ ജനിച്ചാണെന്ന് വെച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്റെ ചേച്ചി എനിക്കറിയാം. ഓ എല്ലാം കൂടി അവളെ എടുത്ത് തലേ കയറ്റി വെച്ചോ. ഞാനിവിടെ കിടന്ന് ഈ പുക തിന്ന് ചാവുന്നത് നിനക്കൊന്നും ഒരു വിഷയമല്ലല്ലോ. അമ്മ ആദ്യം അമ്മയുടെ ഈ സ്വഭാവം മാറ്റാൻ നോക്ക്. പ്രായമായി വരുമെന്നുള്ള ഓർമ്മ വേണം. നാളെ ഒരിത്തിരി വെള്ളം തരാൻ അനുവദിച്ചേ കാണും. ഓ അവന്റെ ഒരു കുഴിച്ചേച്ചി. എന്താ നന്ദൂട്ടാ ഇത്? ഇങ്ങനെയാണോ അമ്മയോട് സംസാരിക്കുന്നത്? നീ വെറുതെ അമ്മയുടെ വഴിക്കിടാൻ നിൽക്കേണ്ട. ചെറിയമ്മ പോയിക്കോ, പോയി വിശ്രമിച്ചോ. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തോളാം. അത് വേണ്ട മോളെ, നീ രാവിലെ മുതലേ ഓരോ പണി ചെയ്യുന്നതല്ലേ. അല്ല മോൾ എന്തെടുക്കുമായിരുന്നു മേലെ? അത് പിന്നെ അച്ഛാ, നാളെ സ്കൂള് തുറക്കുകയല്ലേ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുമായിരുന്നു. അതിന്റെ കുറച്ച് തിരക്കിലായിപ്പോയി. ഓ അവളൊരു വലിയ ജോലിക്കാരി. ഇനിയിപ്പോ കുറവായിട്ട് ഈ ഒരു ടീച്ചർ പണി കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതുമായി കിട്ടി. ഇപ്പൊ അവള് വലിയ മേടമായി പോയില്ലേ. ഇനി ഇവിടെ പാത്രം കഴുകാനും തൂക്കാനും തുടയ്ക്കാനും ഒക്കെ വേറെ ആളെ വെക്കേണ്ടി വരും. ലതേ, നീ ഇനി ഇതിനെ പരിഹസിക്കേണ്ട കാര്യമില്ല. അവൾ അവിടെ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയ ജോലിയാ. ഓ ഞാനൊന്നും പറയുന്നില്ല. ഇനി ഇവളുടെ ശമ്പളം കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് ജീവിക്കാൻ. അവളൊരു ജോലിക്കാരി. അനു മോള് ചെല്ല്, പോയി എന്താണെന്ന് വെച്ചാ ചെയ്യ. ഇല്ലച്ചാ, അത് കഴിഞ്ഞു. ബാക്കി ഞാൻ ചെയ്തോളാം. അച്ഛൻ പൊക്കോ. നന്ദൂട്ടാ നീ ചെല്ല്. സീതേ, സീതേ, ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ. വല്ലാത്ത പരവേശം. എന്തൊരു ചൂടായത്. ഈ ഉച്ച വെയിലത്ത് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ പറമ്പിലേക്ക് ഇറങ്ങി നടക്കാൻ? ദാ കുടിക്കും. ആ അറ്റത്തെ അതിര് ഒന്ന് പോയി നോക്കിയതാ. ഒന്ന് വിശ്രമിക്കാന്ന് വെച്ചാ വല്ല തണലും വേണ്ടേ? അല്ല ദേവൻ എവിടെ? ഇതുവരായിട്ട് എഴുന്നേറ്റില്ലേ? എനിക്കൊന്നും അറിയാൻ മേലായേ അവന്റെ കാര്യം.
ഇന്നലെ രാത്രി എവിടെയോ പോയി കുടിച്ച് കൂത്താടി ഒരു ബോധമില്ലാതെയാ വന്നത്. അവൻ ഇതുവരെയായിട്ടും ആ വൃത്തിയായിട്ട സ്വഭാവം നിർത്താറായില്ല. ആ ഇന്നലെ എന്നോട് ഇറങ്ങുമ്പോ പറഞ്ഞിരുന്നു അവന്റെ കൂട്ടുകാരന്റെ കൊച്ചിന്റെ നൂലുകെട്ടാണ് വരുമ്പോ വൈകുമെന്ന്. അതിങ്ങനെ നാലുകാലി വരുമെന്ന് ഞാനും അറിഞ്ഞില്ല. നൂലുകെട്ടിന് പോയിട്ട് കുടിച്ച് ബോധം കെട്ടാണോ വരേണ്ടത്? നീയും അമ്മയും കൂടെ അവൻ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ഭാഗ്യത്തിന് അമ്മയൊന്നും കണ്ടില്ല. അമ്മ വല്ലതും അവന്റെ കോലം കണ്ടിരുന്നെങ്കി ഹോ പിന്നൊന്നും പറയണ്ടല്ലോ. ഒക്കത്തിന് വളം വെച്ച് കൊടുത്തും അവന്റെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കുന്നതും നീയും അമ്മയും തന്നെയല്ലേ? അവനെ ഉണർന്ന് താഴോട്ട് വരട്ടെ. ഇന്ന് എന്തായാലും ഞാൻ അവനോട് രണ്ട് പറയും. ഈ തെമ്മാടിത്തരം ഇവിടെ ഇനി നടക്കില്ല. നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവൻ എഴുന്നേറ്റ് വന്നാ ഞാനൊരു തഞ്ചത്തിന് സംസാരിച്ചോളാം. നിങ്ങൾ ഇനി ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേണ്ട. ഇതാ ഞാനൊന്നും പറയാത്തത്. അച്ഛാ ഞാനെങ്കി ഇറങ്ങുവാണേ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കുറച്ച് നേരത്തെ പോണം. ആ മോളെ ശ്രദ്ധിച്ചു പോയി വാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ചെറിയമ്മേ ഞാൻ ഇറങ്ങുവാണേ. നടക്കട്ടെ നടക്കട്ടെ. പോകുന്ന പോക്ക് കണ്ടാ തോന്നും നാട്ടുരാജാവിന്റെ മഹാറാണിയിട്ട് വാഴാനാണെന്ന്. ചേച്ചി ഇങ്ങോട്ട് വാ, നമുക്ക് പോവാം. അമ്മ പറയുന്ന കേട്ട് ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് വിഷമമൊന്നുമില്ല നന്ദോട്ട. ഞാനതൊക്കെ ശീലിച്ചതാ. പിന്നെ എന്റെ നന്ദോട്ടൻ ഇക്കൊല്ലം 10ലാണെന്നുള്ള ഓർമ്മ വേണം. നന്നായി പഠിക്കണം. ആഹാ, നമ്മുടെ പുതിയ ടീച്ചറമ്മ ഇറങ്ങിയല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയതായിട്ട് ജോലി കിട്ടിയ സന്തോഷമൊക്കെ കാണുമല്ലോ അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. അതിന്റെ ചെറിയൊരു പരിഭ്രമം, അത്രേ ഉള്ളൂ. പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? ആന നന്നായി പഠിപ്പിക്കും, അതെനിക്ക് നല്ല ഉറപ്പാ. പിന്നെ എനിക്കുള്ള ചെലവൊക്കെ എന്നാ തരുന്നേ? വലിയ ടീച്ചറായ സ്ഥിതിക്ക് ചെലവ് തരാതെ വിടാൻ പറ്റില്ലല്ലോ. ആ അതിനെന്താ, തരാലോ. അല്ല രാവിലെ നീ എങ്ങോട്ടാ? എനിക്ക് കവല വരെ ഒന്ന് പോകണമായിരുന്നു. നിങ്ങളെങ്കിൽ ചെല്ല്, സമയം കളയണ്ട. പോട്ടേടെ കുറുമ്പ. ശരി മഹിയേട്ടാ. അതെ ചേച്ചി, ഈ മഹിയേട്ടൻ എന്ത് പാവല്ലേ. എത്ര സന്തോഷത്തോടെയാ സംസാരിക്കുന്നേ. ചേച്ചിയെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് ആ കണ്ണി നോക്കിയാ മനസ്സിലാവും. ചേച്ചിക്ക് എന്താ മഹിയേട്ടനോട് ഉള്ളിലുള്ള കാര്യം പറഞ്ഞ? നീ മര്യാദയ്ക്ക് നടക്കാൻ നോക്കുന്നുണ്ടോട്ടാ. ചെറിയ വായില് വലിയ വർത്താനം വേണ്ട കേട്ടോ. ആദ്യം എന്റെ കുട്ടി 10ാം ക്ലാസ്സില് ഫുൾ A+ വാങ്ങിക്ക. ബാക്കി കാര്യം അപ്പൊ നോക്കാം. പിന്നെ തുടങ്ങിയോ? ദൈവമേ, ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഗൗരി, അതാരാ അത്? എന്തിനാ ആ പാവങ്ങളെ ഇങ്ങനെ തല്ലുന്നേ? ഇല്ല, ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആരാ അയാള്? എന്റെ അനുവേ, നീ ഇപ്പോ പഠിപ്പിക്കാൻ പോകുന്ന ആ LP സ്കൂളില്ലേ, അതും ഞങ്ങൾ പോകുന്ന ആ സ്കൂളും ഈ ഹോസ്പിറ്റലും ഇവിടെയുള്ള സ്ഥലങ്ങളും ദാ ആ റോഡും അങ്ങനെ പലതും ദാ അവരുടെയാ. പിന്നെ അവൻ ദേവഗിരി മനയിലെ രാജശേഖര തമ്പുരാന്റെ ഒരേ ഒരു മകൻ ദേവദത്തൻ.
വലിയ പ്രമാണിയാണെന്ന അഹങ്കാരം അയാൾക്ക്. എനിക്കിഷ്ടമല്ല അയാളെ. എനിക്കും. ഇയാള് കുറെ കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നില്ല, ചെന്നൈയിലെ മറ്റങ്ങോ ആയിരുന്നു. അവിടെ വെച്ച് എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നടന്നു. ഇയാളുടെ മുറപ്പെണ്ണുമായിട്ട് വലിയ പ്രണയത്തിലായിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. അവസാനം അവൾ ഇവനെയും കളഞ്ഞ് ഇവനേക്കാൾ നല്ലൊരുത്തനെ കെട്ടി അവന്റെ കൂടെ പോയി. എന്നിട്ടോ 6 മാസം കഴിയും മുമ്പേ ആ പെണ്ണിന്റെ കെട്ടിയാൻ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ തേപ്പ് കിട്ടിയ സമയത്ത് ഇയാള് താടിയും മീശയൊക്കെ വളർത്തി ഒരു പ്രാന്തന്റെ ലുക്കിലായിരുന്നു നടപ്പ്. ഇപ്പൊ ആ പാവങ്ങളെ പിടിച്ച് തല്ലുന്നത് എന്തെങ്കിലും നിസാര കാര്യത്തിനാവും. എന്നാലും ഇത്ര അഹങ്കാരവോ? ഒരു ദയയില്ലാതല്ലേ ആ പാവങ്ങളെ തല്ലുന്നേ? എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മളൊന്നും ചോദിക്കാൻ പോകണ്ട. ദേ ചേച്ചി, അയാള് ഇങ്ങോട്ട് വരുന്നു. എന്റെ ഭഗവാനെ, ഈ ചെറുത്താൻ എന്ത് ഇങ്ങോട്ട് എഴുന്നള്ളുന്നേ? താൻ ദേവഗിരി സ്കൂളിലെ ഗൗരിയല്ലേ? അതെ സാർ. സമയം ഇപ്പോ എത്രയായെന്ന് തനിക്കറിയാമോ? അത് 8:30 8:30 എന്ന സമയം സ്കൂളിൽ എത്തിയിരിക്കേണ്ട സമയമാണ്. അല്ലാതെ ഈ സമയത്ത് താനൊക്കെ ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കഥയും പറഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു ടീച്ചറാണെന്ന് ഉത്തരവാദിത്തമെങ്കിലും വേണ്ടേ? ഇതാരാ തനിക്കൊപ്പം നിൽക്കുന്ന ഈ കക്ഷി? അത് സാർ, ഇത് അനഘ. പുതിയതായി നമ്മുടെ LP സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറിയത്. പുതിയതാണല്ലേ? എങ്കിൽ ഈ മേഡത്തിനോടും കൂടി പറഞ്ഞു കൊടുത്തേക്കണം, നാളെ മുതൽ കൃത്യം 8:30 സ്കൂളിൽ ചെന്നിരിക്കണമെന്ന്. നീ ഇങ്ങനെ തിന്നും കുടിച്ചു വരുന്നു. ദേവഗിരി മനയിലെ കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ കണ്ട പെണ്ണുങ്ങൾ കയ്യേറുമ്പോ നീ പഠിച്ചോളൂ. അമ്മയൊന്നും മിണ്ടാതിരിക്കുമോ? എന്നും ഇത് തന്നെ പറയാനുള്ളോ? പറയും. എനിക്ക് അത്രയും ദണ്ണമുണ്ട്. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിന്റെ കേടായിരുന്നു? ആ ദേവതത്തിനെ കെട്ടിയിരുന്നെങ്കിൽ ആ ദേവഗിരി മനയിലെ റാണിയായിട്ട് നിനക്ക് വാഴാമായിരുന്നില്ലേ? എങ്കിൽ കോടികളുടെ സ്വത്ത് നിന്റെ കയ്യിലിരുന്നേനെ. മരം വണ്ടി. അപ്പൊ അവിടെ ഒരു ഉണക്ക അതിബുദ്ധി. അവക്ക് ഇന്ത്യക്ക് പുറത്ത് പോയേ പറ്റൂന്ന്. അതിന് എവിടോ കിടന്ന ഒരു ചെക്കന്റെ കൂടെ രായ്ക്ക് രാമൻ അവൾ ഒളിച്ചോടി പോയേക്കുന്നു. എന്നിട്ടോ 6 മാസം, വെറും 6 മാസം തികച്ച് ജീവിച്ചു. ഒരൊറ്റ ആക്സിഡന്റിൽ ആ ചെക്കനും പോയി, കയ്യിലുണ്ടായിരുന്ന രാജയോഗവും പോയി. അമ്മയൊന്ന് അടങ്ങ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞ് സമയം കളയാൻ എനിക്ക് സൗകര്യമില്ല. ആ ദേവഗിരി മനയിലേക്ക് ഇനി എങ്ങനെ കയറി പറ്റണമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ എങ്ങനെ കയറി പറ്റുമെന്നാ പറയുന്നത്? അന്ന് അവന്റെ നെഞ്ച് തകർത്തിറങ്ങി പോയവളല്ലേ നീ? അന്ന് ആ ചെക്കന്റെ കണ്ണീര് ഞാൻ കണ്ടതാ. അതൊക്കെ എനിക്കറിയാം. അവിടെ എന്തായാലും അമ്മാവനും അമ്മായിക്കും മുത്തശ്ശിക്കും എന്നോട് ഒട്ടും ദേഷ്യമില്ല. അവർക്ക് എന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഞാനിപ്പോ ഒരു വിധവയല്ലേ. നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് മോളെ. അമ്മ നോക്കിക്കോ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ കോടികളുടെ സ്വത്തും ആ രാജയോഗവും ഞാൻ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടി എന്ത് നാറിയ കളിയും ഈ ദേവ് ചെയ്യും. പക്ഷേ ആ ദേവൻ അവനെ സ്വീകരിക്കുമോ? അവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്നോട് പ്രണയമുണ്ട്. അതൊരിക്കലും പോവില്ല. പിന്നെ പുറമെ ദേഷ്യം കാണും. ദേഷ്യം ഉള്ളിടത്തല്ലേ സ്നേഹം ഉണ്ടാവും. അവനെ എങ്ങനെ എന്റെ വരുതിയിലാക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഇപ്പോഴാ എന്റെ മോള പഴയ ദേവുവായത്. ഇനി അധികം വൈകാതെ തന്നെ ഒരു പാവം വിധവയുടെ വേഷം കെട്ടി നമുക്ക് ദേവഗിരി മനയിലേക്ക് പോണം.